പോയി ഹരിയോ നല്ല വിശേഷം. ഇരിക്കടാതെ. ചായ പറട്ടെ? ഇല്ലറിഞ്ഞേട്ടാ ഒരു കൊച്ചാ പറഞ്ഞ നമ്മുടെ മുഹമ്മദ് ഹാജിന്റെ വീട്ടിൽ കള്ളം കയറി. കുറുവാസംഘമാണ് പറഞ്ഞേക്കുന്നത്. എല്ലാരും ജീവനോടെ ഉണ്ടോ? ഭാഗ്യത്തിന് ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. പക്ഷേ 50 ലക്ഷം രൂപ സ്വർണ്ണം അടിച്ചോണ്ടാണ് അവന്മാര് പോയത്. ഏതായാലും ജീവൻ പോകാഞ്ഞ ഭാഗ്യം. തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘങ്ങളും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഹൈടെക് കള്ളന്മാരുമാണ് ഇപ്പൊ കേരളത്തില് ഇന്നും വെച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ അന്യ സംസ്ഥാന കള്ളന്മാരെ കൂടി പേടിക്കേണ്ട അവസ്ഥയും. ഈ 2020 ശേഷം മറുനാടൻ മോഷ്ടാക്കളുടെ വരവ് കൂടിയെന്നാണ് പോലീസൊക്കെ പറയുന്നത്. ചേടാ, ഈ മാരണങ്ങളൊക്കെ ഇങ്ങാട് തന്നെയല്ലേ വരണത്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മറുനാട്ടുകാർ പ്രതികളായ 1378 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ 1300 കവർച്ച കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരള പോലീസ് പിടിച്ചിട്ടുണ്ട്. കേട്ടിട്ട് തന്നെ പേടിയാണ്. അങ്ങനെ പേടിച്ചിട്ടെന്താ കാര്യം? നമ്മുടെ ചുറ്റുമുള്ള മറുനാട്ടുകാരിലെ ചെറിയൊരു ശ്രദ്ധ വേണം. അത് മതി. അത് വേണ്ടേ? ഈ വർഷം സെപ്റ്റംബർ വരെ നടന്ന 307 കവർച്ചകൾക്ക് പിന്നിലും മറുനാട്ടുകാരായിരുന്നു. ഇവന്മാരൊക്കെ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പണിക്ക് വിളിക്കുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വഴി കൂടെ പോകുന്നവനെല്ലാം വിളിച്ച് പണിക്ക് വിളിക്കരുത്. 100 കണക്കിന് തമിഴന്മാരാണ് ഡെയിലി കേരളത്തിൽ വരുന്നത്. ഇതിൽ എത്ര കള്ളന്മാരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ തമിഴ്നാട്ടിൽ എവിടെ നിന്നാണ് കുറുവാ സംഘം വരുന്നത്? ഈ തമിഴ്നാട്ടില് തിരുച്ചിറപ്പള്ളിയിലുള്ള റാംജി നഗറിലായിരുന്നു മുൻപ് ഇവരുടെ കേന്ദ്രം. തമിഴ്നാട് പോലീസ് തന്നെയാണ് ഇവർക്ക് കുറുവാ സംഘം എന്ന് പേരിട്ടത്. ഇവരെല്ലാരും ഒരേ ഗ്രാമത്തിലുള്ളവരാണെന്നാണ് പറയുന്നത്. അല്ലല്ല. ഇപ്പോൾ ഉള്ള കുറുവാ സംഘങ്ങള് തമിഴ്നാടിന്റെ പല ജില്ലകളിൽ നിന്ന് കൂട്ടമായിട്ട് വരുന്നവരാണ്. നമ്മുടെ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ കൊടുക്കാൻ പറ്റില്ലേ? അതെങ്ങനെയാ പറ്റുന്നത്? ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതികൾ അന്ന് തന്നെ മുങ്ങും. കേസിന്റെ വിചാരണയും തൊണ്ടി മുതൽ ഈ ഉടമകൾക്ക് തിരിച്ചിട്ടാണ്ട് സമയം എടുക്കൂലേ? അതൊക്കെയാണ് തലവേദന. ഈ വർഷം സെപ്റ്റംബർ വരെ 1647 കവർച്ച കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു വർഷം 6247 കവർച്ചകളാണ്. ഈ അടുത്ത ഇടയ്ക്ക് കൊച്ചിയിൽ നമ്മുടെ പ്രശസ്ത സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയുടെ ആഭരണങ്ങളാണ് ഒരു ഉത്തരേന്ത്യക്കാരൻ മോഷ്ടിക്കുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ നടന്ന DJ പാർട്ടിയിലെ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ വിലയുള്ള മൊബൈൽ ഫോണുകൾ ട്രെയിനിലും വിമാനത്തിലും വരുന്ന ഹൈടെക് കള്ളന്മാര് 2 സംഘങ്ങൾ വന്നിട്ട് മോഷ്ടിച്ചു. അവനൊക്കെ ക്ലാസ് കള്ളന്മാരാണ്. നമ്മുടെ ഉത്തരേന്ത്യൻ സംഘങ്ങളുടെ വെർച്വൽ അറസ്റ്റ് അടക്കമുള്ള സൈബർ ആക്രമണങ്ങളിൽ കൂടുതൽ മലയാളികളെയാണ് ഉന്നം വെക്കുന്നതെന്നേ പ്രത്യേകം ഓർക്കണം. കള്ളന്മാരെ മേടിക്കേണ്ട ആവശ്യമില്ല, അവര് ഹൈടെക് ആണ്. പക്ഷെ ഈ കുറുവനെയും പറവനെയൊക്കെ ഇല്ലേ, അവരെ നമ്മൾ ഭയക്കണം. അതെങ്ങനെയാണ്? സ്വന്തം ജീവനും സ്വന്തം നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥയില്ലേ? ഏതായാലും പോലീസ് അവരുടെ ഉത്തരവാദിത്തം കറക്റ്റായിട്ട് നിർവഹിക്കുന്നു. എല്ലാം അവരുടെ തല കെട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നാട്ടുകാർ. അതെന്താന്ന് വെച്ചോ? തൂമ്പ, മമ്മട്ടി, പിക്കാസ്, കോടാലി ഇങ്ങനെയുള്ളതൊന്നും വീടിൻ്റെ പരിസരങ്ങളെ ചുറ്റുവട്ടത്ത് വെക്കരുത്. നമുക്കത് പണിയായുധങ്ങളാണെങ്കിലും കള്ളന്മാർക്കത് മാരകായുധങ്ങളാണ്.